എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ബോഗണിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എടുക്കാനാളില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്ത് പോയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബോഗണിലേക്ക് വിരിയാനുണ്ട്, അതും കൂടെ ഈ വിരിയുടെ സമയത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ വിരിയുന്ന അനുസരിച്ച് ഇങ്ങോട്ട് വെക്കാൻ കേട്ടോ. ഈ ഫ്രണ്ടേജിലേക്ക് ഇങ്ങനെ നമ്മൾ ബാക്കിൽ ഈ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് പൂ വിരിയുമ്പോൾ ഒക്കെ ഇവിടെ ഇങ്ങനെ നേരത്തെ കൊടുക്കാൻ ചെയ്യണം. അപ്പോൾ കുറേ പുതിയ ബോഗണിലേയും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നമ്മൾ ഇവിടെയുള്ള കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നൊരു വീഡിയോ കേട്ടോ. ഡെയിൻ മലീഫ് ഒന്നുമല്ലേ. ഇപ്പോൾ ഇവിടെ അടുത്തൊരു കല്യാണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അവിടെ പോയി വന്നതാണ്. പിന്നെ ഇതാണ് നമ്മളെ ഒരു ബോഗൺവില്ല. ഇതിൻ്റെ ഞാൻ മുൻപ് നട്ടിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം സാധനം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മണ്ണിൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അവിടെ ഒരു കവുങ്ങുണ്ട് കേട്ടോ. ആ കവുങ്ങിൻ്റെ ചോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കുറ്റിയായിട്ട് വെട്ടി നിർത്തുമല്ലോ. അപ്പോൾ അത് വെട്ടണ്ട, നല്ല പടട്ടെ വെച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ബാക്കി ഇവിടെ വെച്ച ചട്ടികളൊക്കെ മിക്കവാറും പൂവിന്നു. അതിന് മാത്രം ഇതുവരെ ഒറ്റ പൂവിലും വന്നിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല ഇനി മണ്ണിൽ വെച്ചത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇതുവരെ പൂവില്ല, ഒരു മുട്ട പോലും കാണാനില്ല. എന്താണെന്നറിയില്ല, ഇതേ സെയിം കളർ കേട്ടോ. അപ്പം ഇത് നമ്മൾ അതിൽ വിരിയാത്തപ്പോൾ ഞാൻ വേറെ ഒന്ന് മേടിച്ചതായിരുന്നു ഈ ഒരു ചെടി. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം നല്ലോണം പൂവുണ്ടായിട്ടുണ്ട്. ഒരു നെറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചാണ്. പിന്നെ ഇത് നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റാണ്. വൈറ്റിൽ ചെറിയൊരു പിങ്ക് ആ ഒരു ഇത് കയറി വരുന്നുണ്ട്. എല്ലാത്തിലും ഇല്ല, ചെറുതായിട്ട് ചെറിയൊരു പൊട്ട്. ദൂരം നോക്കുമ്പോൾ പ്യുവർ വൈറ്റായിട്ട് തോന്നും. പക്ഷേ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറുണ്ട്. ദൂരം നിന്നിട്ട് കാണേട്ടോ ഓരോ പൂക്കൾ. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ അന്ന് കാണിച്ചിരുന്നു, പക്ഷെ അത്ര വീണിട്ടുണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ നല്ലോണം തിങ്ങി പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൽ ചെറിയൊരു ഞാൻ അന്ന് മേടിക്കുന്ന സമയത്ത് ഇതിൽ ഈ ഒരു കളർ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിലൊരു റെഡ് കളർ ഉണ്ടോ, പൂ കാണുന്നുണ്ടോ ഇവിടെ? ഇതിലിതാ വേറൊരു കളറും കൂടെ കയറി വന്നു. ഇപ്പോൾ ശരിക്കും ഇതൊരു 3 കളറാണ്. ഒരു പിങ്ക് കളറ്, ഒരു ഓറഞ്ച്, അതിലിതാ നല്ലൊരു റോസ് പിങ്ക്, എന്താ പറയുക, അങ്ങനത്തെ നല്ലൊരു മജന്ത പോലത്തെ അങ്ങനത്തെ ഒരു കളറും കൂടെ കുഞ്ഞതായിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു പൂല് മാത്രം കേട്ടോ. അതിലിങ്ങനെ കണ്ടോ ഒരു 2-3 കണ്ടോ കൊലകൊലയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. തെച്ചി എന്താണെന്ന് അറിയില്ല, തെച്ചി ഇങ്ങോട്ട് നന്നായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെടികളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു പോവാം. അതായത് റോസ് തെച്ചിയാണ്. ഇതിൽ വലിയ കുഴപ്പമില്ലാത്ത പൂവുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറേൻ്റെ ബാറ്ററി തീർന്നപ്പോൾ ഒന്ന് മാറ്റാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇവിടെ നിശ്ചയമാണെങ്കിൽ ഇതാ ഭയങ്കര വാശിയാണ്. ഒരു ബോളുണ്ട് ഇങ്ങനെ തട്ടി കളിക്കുന്ന ബോള്. ആ ബോള് അവൻ തട്ടിയിട്ട് അങ്ങനെ തട്ടി ആവുന്നില്ല. അതിൻ്റെ വാശിയാണ്. അതിന് ഈ മുറ്റത്ത് കിടക്കുക കണ്ടോ, മുറ്റത്ത് കിടക്കുക, കരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ചെടികളും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കണ്ടോ, ബാക്കിൽ നമ്മൾ ഫെൻസിങ് ഇട്ടു. ഫെൻസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു തോന്നുന്നു. കാരണം ടോബോ കണ്ടു, അവിടെ നമ്മളെ ടോബോ ഉണ്ട്. അവൻ അഴിച്ചു വിട്ടാൽ അവൻ്റെ പാട്ടിനങ്ങൾ പോവാണ്. എനിക്ക് വലിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ കഴിഞ്ഞ ദിവസം തന്നെ ഓരോ അച്ഛൻ വീണു. ഏട്ടനൊക്കെ വീണിട്ട് വലിച്ചിട്ട് ഇന്നലെ ഏട്ടൻ വീണു. അവൻ വലിച്ചുകൊണ്ട് ഓടുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അവനെ പിടിക്കാൻ കിട്ടില്ല. അങ്ങനെ അപ്പോൾ എനിക്ക് തീരെ ആവൂല കേട്ടോ. അതുകൊണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമല്ലോ. പിന്നെ നമ്മളെ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഇവിടെ കൊടുത്ത് എന്തെന്നാ അച്ഛൻ ഉണ്ടാക്കണം. ഈ ഫ്രണ്ട് സൈഡിൽ കമ്പി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇതുവരെ ചാടിയിട്ടില്ല. താഴേക്ക് ഹൈറ്റ് ആയതുകൊണ്ടേ, കുഴിയായതുകൊണ്ട് കൈയെടുക്കട കുഞ്ഞാ വയ്യെന്ന് ടോബോ അങ്ങനെ ചാടാറില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 3 സൈഡ് അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പറയല്ലേ ഫ്രണ്ടിൽ ഇങ്ങനെ ബോഗൺവില്ല വെച്ചത്. ഇതിലിപ്പോൾ എൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട്, ഇവൻ്റെ സൗണ്ടാണ് വെക്കണേന്ന് അറിയുന്നില്ല. എന്താണ് ഉണ്ണിയെ. അപ്പം ഞാൻ ബാക്കി ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്ലാന്റ് ഏതാ വെച്ചിട്ടുള്ളത്. ഇത് ടെർമിനാലിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വലിപ്പം വെക്കും. 1 വർഷമായപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കുഞ്ഞു സൈസ്, ഇപ്പം എൻ്റെ അത്ര ഉണ്ടായിരുന്നു. അത്രയും പോകുന്ന ഒരു തൈയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1 ഇയർ ആയപ്പോഴത്തേക്കും മരം വളർന്ന് എൻ്റെ 4 ഇരട്ടി ഭയങ്കര ഹൈറ്റിൽ പോയിട്ട് വലിയ സൈസ് ആയിട്ടുണ്ട്. മരം കാണാൻ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ ഈ റിസോർട്ടിൻ്റെ ഇതിൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ മേടിച്ച് വെച്ചാണ് ഈ മരം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ അടിച്ച് വരയ്ക്കാൻ പോലുണ്ട്. രാവിലെ നല്ല വൃത്തിയാക്കി അടിച്ചിട്ടാ ഞാനും. അങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഓരോ ഗോഷ്ഠിയൊക്കെയാണ് കിടക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കാട് പൊഴിയും കേട്ടോ. ഇല നന്നായിട്ട് പൊഴിഞ്ഞിട്ട് ഒരു അലപ്പാവുന്നുണ്ട്. പിന്നെ ചില സീസണിൽ കുറച്ച് കൂടുതലാണ്, ചിലതിൽ ചില സമയത്ത് അങ്ങനെ പൊഴിയുന്നില്ല. ചിലപ്പോൾ നല്ലോണം ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല അലമ്പായി കിടക്കും. അപ്പം ഈ പുല്ലൊന്ന് അടിച്ചു വാരെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതൊഴിച്ച് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു വൈറ്റ് വരുന്നുണ്ട്, അതിന് ഭയങ്കര വിലയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 6000-7000 ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ മേടിച്ച സമയത്ത് 1500 എന്താണ് ചെടിക്കുണ്ട് ആ ഒരു തൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഇട്ടുണ്ടോ ഏട്ടാ അത് അടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്, വെട്ടിക്കളയാണൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം. അപ്പോൾ ഏട്ടൻ പറയും പിന്നെ ഇത്ര വളർന്നിട്ട് ഇത് മെയിനായിട്ട് ഏട്ടൻ തണലിലും വെച്ചാണ് കേട്ടോ. കണ്ടപ്പോൾ അന്നും എനിക്കിഷ്ടം തോന്നി, പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ ഈ ഒരു കാട് വീഴുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ആർക്കിയിരുന്ന് മേടിക്കാനൊക്കെ പ്ലാൻ കുറച്ച് വിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മുറ്റത്തേക്ക് നല്ലോണം കാട് വീഴുന്നുണ്ട്. മരമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിനെ എന്തായാലും പൊടിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ശല്യമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വെട്ടിക്കളന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ കളിക്കാം അമ്മ അടിക്കാം. പിന്നെ ഇത് വേറൊരു ബോഗൺവില്ലയാണ്. ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കുറച്ച് ഡാർക്കായിട്ടൊരു ഇരുണ്ട ഓറഞ്ച് കളറാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല പൂവായിട്ടുണ്ട്. ഫുൾ തന്നെ ചെടിയിലുണ്ട്. ഇതിൻ്റെ കമ്പുകളൊക്കെ കുറച്ച് നീട്ട ആയതുകൊണ്ട് ഒന്ന് താങ്ങ് കൊടുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു, അയ്യോ ഇതിൻ്റെ കമ്പ് പിടിച്ചോ. ഇല്ല, എന്താ വെച്ചാൽ ഈ ടോബോനെയും നിച്ചുവിനെ വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഇതിൻ്റെ ചോട്ടിൽ കൂടെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അപ്പോൾ ഇവിടെ ഗ്യാപ്പില്ലാണ്ട് വെച്ചോണ്ട് തന്നെ എന്ത് ചെയ്യും, ഓരോ പോക്കിലും ചിലപ്പം ഇത് താഴെ വീണ് കിടക്കാനാണ് ഞാൻ സംശയം കേട്ടോ. കൊമ്പൊടിഞ്ഞോന്ന് ഇല്ല, കൊമ്പൊടിഞ്ഞിട്ടില്ല. ഒരാട്ടുണ്ടല്ലോ ഏട്ടാ, കണ്ടോ കണ്ടോ, അതാണ് ആടുന്നതേ. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ ചെടി വേറെ ഉണ്ട്, അത് ഫുൾ തട്ടി താഴ്ത്തിരുന്നു. രണ്ടാമത് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല രസമുണ്ട്. ഇതിൽ ഈ ഒരു കമ്പിലും പൂക്കായി വരുന്നുണ്ട്. നല്ല നല്ല എന്താ പറയുക, നല്ല എന്താ പറയുക, തിങ്ങിണ്ടാവുന്ന സൈസ് ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ചെടി. ഒരു നല്ല റോസ് കളറാണ്. പിന്നെ ഉള്ളത് ഇത് നമ്മൾ കഴിഞ്ഞാൽ കാണിച്ചിട്ടില്ല, കാരണം ഇതിൽ പൂപ്പായി വരുന്നേ ഉള്ളൂ. ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വെറും റോസ് കളറാണ്. ഇത് ആ ഒരു വൈറ്റും അതേപോലെ തന്നെ റോസും വന്നിട്ട് ഇതിൻ്റെയൊക്കെ പൂവുണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മോഡലാണ്. നമ്മൾ സാധാ കാണുന്നല്ലാണ്ട് ഇങ്ങനത്തെയാണ് കേട്ടോ. ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 ചെടിയുണ്ട് കണ്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ആ ഒരു ഫസ്റ്റ് കണ്ടതും കൂടെ അതിൽ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ 2 ചെടി ഒരേ ചട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത് മറ്റേത് പൂവാണേ കണ്ടോ. അപ്പം ഈ ഒരു ചട്ടിയിൽ ഈ 2 ഉണ്ട്. പിന്നെ ഇതൊന്നും അവൻ ഓടിയിട്ടാണ്, അങ്ങോട്ടും കൊണ്ട് ഇളകിയിട്ടുണ്ട് തട്ടിപ്പോയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ടോബോനെ അഴിച്ചു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ടോബോനെ മിക്കവാറും കെട്ടിട്ടിട്ട് അവന് ഭയങ്കര കുറച്ചുകൂടെ അഗ്രസീവായി വരുന്നുണ്ട് ടോബോ. അതുകൊണ്ട് നമ്മൾ ടോബോനെ അഴിച്ചിടാനായിട്ട് മെയിനായിട്ട് ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഒതുക്കി വെക്കണം. ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ചിട്ട് കുറച്ച് സ്പേസ് കൊടുത്താൽ പിന്നെ അതിലെന്തായാലും അവൻ പുല്ലിക്കറങ്ങും. അപ്പോൾ അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ തട്ടി മറിച്ച് ആശാക്കണതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് പ്ലാന്. ഇത് പിന്നെന്താ പറയുക, അങ്ങനത്തെ ഒരു കുറ്റിയിലുണ്ടാവുന്ന സൈസാണ്, നിറച്ചുണ്ടാവണമാണ്. ഇപ്പോൾ കുറച്ച് പൂ കുറവാണ് കേട്ടോ. നമ്മളന്ന് കാണിച്ചാൽ ഇതുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രാഞ്ചിയ വെച്ചിട്ടുണ്ട്. ഹൈഡ്രാഞ്ചിയ അത് ഇപ്പോൾ പൂ കുറവാണ്. ഇതുണ്ടോ, ഇതിൽ നല്ലോണം പൂ ഉണ്ടാവും, നല്ല രസമാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു കളറും ഇതിൽ തന്നെ വേറൊന്നും കൊണ്ട് അത് ഇത്തിരി ഡാർക്കായിട്ടുള്ള കളറാണേ. പിന്നെ ഇത് പറിച്ചിട്ട് പിന്നെ ഈ ഒരു ബോഗൺവില്ല പൂവായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ പൂക്കളൊക്കെ വരുന്നത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറാണ് വരുന്നത്. ഇത് പെട്ടെന്ന് ഈ ഒരു ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൊരു കമ്പ് പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വന്നത് കേട്ടോ. അതേപോലെ തന്നെ വരുന്നതാണ് ഇത്. കഴിഞ്ഞ സംഭവം ഒന്നും ചോദിക്കേണ്ടത് ഇത് എന്താ ഇതിൽ പറിച്ചു വെച്ചാണ്. കാരണം ഇങ്ങനത്തെ ചെടിയിൽ അമ്മ അത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നോക്ക്, അങ്ങനെ കാണിക്കട്ടെ, ഇത് കാണിക്കട്ടെ കണ്ടോ. ഈ ഒരു ചെടിയും ഇത് കണ്ടോ ഒരേപോലെയാണ്, സെയിം ഇലയാണ്. അപ്പോൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ പൂവിതാ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതാ ഒരു വൈറ്റ് തന്നെയാണ്. ആ വൈറ്റ് ഉണ്ടല്ലേ. പിന്നെ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും പഴയ പൂക്കളുണ്ട്, അതിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളും വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ടൈമിൽ ആ വളമിട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ആ ഒരു വളമിട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും 10-15 ദിവസം കഴിയും. പൂ ഇത് NPK 19-19-19 ആ ഒരു വളം കേട്ടോ. അതും അതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ പേര് മറന്നു കേട്ടോ, തൊഴിൽ ഓർമ്മ വരുമ്പോൾ പറയാം. പിന്നെ ഈ തെച്ചോടെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ. ഇത് ആ ഒരു ഓറഞ്ച്, ഒരു പീച്ച് കളറും ഒരു പിങ്ക് ഒരു കണ്ടോ റോസ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെടി. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിന് കുറച്ചുകൂടെ ഡാർക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് യെല്ലോ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വൈറ്റ്, അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബോഗൺവില്ല. എന്നത് കാണിച്ചതോട് കൂടുതലായിട്ട് കാണിക്കില്ല, ജസ്റ്റ് പുതിയതായിട്ടുള്ള കളറ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇരുന്നപ്പോൾ ശരിയാവും. ഈ ഒരു നമ്മൾ ഓൺലൈനിൽ എന്താ പറയുക ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മറ്റേ ചാനലാണെന്ന് അറിയില്ല, ഇപ്പം ഹോൾ വീഡിയോയിൽ ഡ്രസ്സൊന്നും കാണിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോൾ വീഡിയോയിൽ ഈ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് എടുത്താണ്. ആമസോണിൽ ഇതാ ഇന്നിപ്പം ഒരു സെയിൽ നടക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, ഇന്ന് 19-ാം തീയതിയാണ്. അപ്പം ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ഇപ്പം ലൈവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഓഫേഴ്സാണ്. 50 മുതൽ 80% വരെ നമുക്ക്
എന്താ പറയുക 1500+ ബ്രാൻഡിൽ ഓഫർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 lakh+ സ്റ്റൈൽസിൽ അതിൽ അത്രയും എന്താ പറയുക ഓഫേഴ്സും കാര്യങ്ങളും അത്ര ഐറ്റംസിൻ്റെ ഡീൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണുള്ളത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണിക്കാൻ പോകുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ചെന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചേട്ടാ. അറിയുന്നുണ്ടോ? ഇങ്ങനെ മതിയോ? അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ കോട്ടൻ്റെ പ്യുവർ കോട്ടൺ ആയിട്ടുള്ളൊരു കുർത്തയാണ്. വൈറ്റിൽ ഇതേപോലത്തെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്ന പ്രിൻ്റാണ്. എക്സ്ട്രാ വരുന്നൊന്നുമില്ല. പിന്നെ സിമ്പിളായിട്ട് ഈ ഒരു ഷോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാൻറ്റ്, വൈറ്റ് പാൻറ്റിൽ ഇതേ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെയാണ് ഈ ഷോളിൽ വരുന്നത്. ഇടാൻ നല്ല കംഫർട്ടാണ്, ലൈറ്റാണ്. എന്താ പറയുക, അടിയിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലോത്താണ്. ഇടാനൊക്കെ നല്ലതാണ്. കൈയിൻ്റെ അടിയിൽ ഇതേപോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. കയ്യിലും അതേപോലെ തന്നെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ചുരിദാർ 1000 സംതിങ് ആയിട്ടാണ് ഇതിൻ്റെ 1100 അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് കൊണ്ട് ഞാൻ കറക്റ്റ് റേറ്റ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് ചുരിദാർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് വെയർ, ഇത് നമ്മുടെ ബാറ്റേൻ്റെ ഒരു ഫുഡ് വെയർ ആണ്. ഇത് കുറേ മേടിച്ചിട്ട് കേട്ടോ. നല്ലതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള, കാലിട്ടാൽ നല്ല ഭംഗി തോന്നാറുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര പേഴ്സണലി എനിക്ക് ഈ ഒരു ചെരുപ്പ് നല്ല ഇഷ്ടമാണ്. ഒന്നും ആയിട്ടൊന്നുമില്ല, കുറേ ഞാൻ കഴുകിയിട്ട് ഒന്നും ആയിട്ടില്ല. ബാറ്റേൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഞാൻ അന്ന് മേടിച്ചപ്പോൾ 1000 സംതിങ് 1000-ൻ്റെ മേടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്രയൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന റേറ്റ് ആയിരിക്കില്ല. ചിലർ കറക്റ്റ് റേറ്റ് പറയും ഓക്കെ കേട്ടോ. അപ്പോൾ കറക്റ്റ് റേറ്റ് പറയാത്ത റീസൺ വെച്ചാൽ സെയിൽസൊക്കെ വരുന്ന സമയത്തല്ലേ 50 അല്ലെങ്കിൽ 30% ഡിഫറൻസ് വരുമ്പോൾ വലിയ ഡിഫറൻസ് പ്രൈസിൽ വരാറുണ്ട്. അതാണ് കറക്റ്റ് ഞാൻ പറയാത്തത് റേറ്റ്. എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് നോക്കിയാൽ മതി, അപ്പം റേറ്റ് മനസ്സിലാവുക. അപ്പം ഇതാണ് നമ്മുടെ ചെരുപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാച്ച് ഉണ്ട്. ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചാണ് കേട്ടോ. എനിക്ക് വേറെ കുറേ വാച്ചുകളുണ്ട്, പക്ഷെ മിക്കവാറും ഞാൻ എപ്പോഴും കിട്ടുന്നത് ഈ ഒരു വാച്ചാണ്. കാരണം ഇത് അത്രയും തപ്പിൽ കണ്ടുപിടിച്ച ഒരാൾ കയ്യിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചൊരു വാച്ചാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഇത് ഈ ചെയിനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള വാച്ച് വെച്ചാൽ ഫാസ്റ്റ് ട്രാക്കിൻ്റെ നല്ല ഭംഗിയുള്ള വാച്ചാണ്. ഇതിൻ്റെ ഒരു പിങ്ക് സ്ട്രാപ്പ് എനിക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഞാൻ എപ്പോഴും പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാച്ചാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലാക്മേൻ്റെ ആണ്. 100 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ന്യൂഡ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഇതന്നെ, ഈ ഒരു സെയിം ഷെയ്ഡ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ്. ഈ ലാക്മേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ ലിപ്സിന് ഹെവി ആയിട്ട് ഒരിക്കലും തോന്നിയില്ല കേട്ടോ. ഇടുമ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡ് കുറച്ചും കൂടെ നമുക്ക് ഇടുമ്പോൾ ഈസി ആയിട്ട് ബ്ലെൻഡായിട്ട് നല്ലൊരു ഭംഗിയുള്ള കളർ കേട്ടോ. കയറി ഇവിടെ എത്തി. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ എടുത്ത ഐറ്റംസ് ആയതുകൊണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു നെയിൽ പോളിഷിൻ്റെ ഷെയ്ഡ്, ഇത് നമ്മുടെ റെനേൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് എന്ന്, അതിനാണ് എനിക്ക് കാലിട്ടിരിക്കുന്നത്. ഒരു ന്യൂഡായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കുറച്ച് പോയിട്ട് തോന്നൂല്ലേ, ആ ഒരു സെയിം കൈൻ്റെ ആ ഒരു കളറായിട്ട് മാച്ച് ചെയ്യും. ലൈറ്റ് ഒരു പീച്ച് കളറാണ്. അപ്പം ഇത് റെനേൻ്റെ ആണ്. ഒരു കോംബോയിൽ വരുന്ന 4 നെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ എന്തായാലും അമ്മേനെ പേടിച്ചെടുക്കാണ്. ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടോ, അവൻ കാണിക്കണുണ്ടോ? കണ്ടോ അമ്മേനെ അടിക്കല്. പിന്നെ ഈ ഒരു ബാഗും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇത് ലിനോ പെറാസിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. അത് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ളും, ഉള്ളിൽ കുറേ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് ഈ ബാഗിനനുസരിച്ചുള്ള സ്പേസ് ഇല്ല. കാരണം അടിയിലധികം വീതി കൊടുക്കുന്നില്ല. നമുക്ക് ചില ബാഗിൻ്റെ അടി ഭയങ്കര വീതി ഉണ്ടെങ്കിൽ ഒരുപാട് സാധനം കൊള്ളുമല്ലോ, അത്രയും പോവില്ല. എന്നാലും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ബാഗ് നല്ലതാണ്. എന്താ അതെന്താ വെച്ചിട്ടാ വാവ എവിടെ നോക്കാം, അമ്മേനെ നോക്ക്. കുഞ്ഞിവാവുണ്ടോ? ആ അമ്മ ടാറ്റയോ? കൊടുക്കുന്നായിരിക്കും. അതിൽ വാവണ്ട, വാവേൻ്റെ അടുത്ത് പോയിരിക്കാന്ന് പറയണേ. ആ അമ്മേ പോയിരിക്കേ. ചേച്ചിയെ കണ്ടു അതില്. അമ്മമ്മ കണ്ടു, കണ്ടു. അതിനെ തുടർന്ന് അതിനെ അമ്മ ചെല്ലില്ല. അതെന്താ? ആ അമ്മ അമ്മ എന്താടാ? അച്ഛമ്മയോ? ആ ആ അമ്മ അച്ഛനൊക്കെ ഉണ്ടായില്ലേ.
അതിന് വെയിലുള്ളതേനാണേ പാവടാ. ഇതിലിപ്പോൾ 2 കുട്ടികളുണ്ട് കേട്ടോ. നമ്മൾ കുറേ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അന്നൊക്കെ വീഡിയോ ചെയ്യാൻ പറയുന്നു കുട്ടികളുണ്ടാവണില്ലാന്ന്. ഇപ്പം ഇതാ ഈ കിളിക്ക് ഒന്ന് മാറിക്കടാ. അതാ 2 കുട്ടികളുണ്ടായി. അത് അത്യാവശ്യം വലുതായിട്ടോ. തൂവലൊക്കെ വന്നു 2 എണ്ണത്തിന്. പിന്നെ ഇതാ അവിടെ ഒന്നും കാണുന്നില്ല കണ്ടോ. ഇതിൽ ഒരു കുഞ്ഞിക്കുട്ടിയും ഒന്നല്ലല്ലോ 3 കുട്ടികളുണ്ട്. 2 ഇന്നുണ്ടായത് 1 ഇന്നലെ ഉണ്ടായതും അതിൻ്റേത് വേറൊന്ന് അയ്യാ കുഞ്ഞാ 2-3 ദിവസം ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതിൽ 3 കുട്ടികളുണ്ട്, ചെറിയ 3 കുട്ടികൾ. ഇതിൽ കണ്ടോ തൂവലുള്ള കുട്ടികൾ. ഇനി കയറ്റി വെക്കണ്ട എടാ, കുഞ്ഞാവ കരയും. എടുത്തു വെക്കാം. ആ അതില് എടുത്തോ. ആ ഉമ്മയൊക്കെ മതി, അവിടെ വെക്കടാ. ഉമ്മക്കണോ എടുക്കണോ അതിനെ? അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ടാറ്റാ.